ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 20 വെള്ളിയാഴ്ച. ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഷിക്കാഗോയിലെ നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ മെമ്പറും സജീവ അംഗവും ഷിക്കാഗോ ഫിലഡൽഫിയ സഭയുടെ അംഗവുമായ ഡോക്ടർ ബിജു ചെറിയാന്റെ പിതാവ് ബ്രദർ MC കോശി കഴിഞ്ഞ ആഴ്ചയിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. മേത്തറയിൽ റാന്നി വലിയകാവ് സ്വദേശിയും നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ഉള്ളായം ചെറിയാച്ചന്റെ പാസ്റ്റർ MK ചെറിയാന്റെ മൂത്ത മകനുമാണ് MC കോശി. IPC ചെന്നൈ നടുവങ്കര ഹെബ്രോൻ സഭാംഗമായിരുന്നു. IPC ചെന്നൈ മെട്രോ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പാസ്റ്റർ രാജു M ചെറിയാന്റെ ജ്യേഷ്ഠ സഹോദരനാണ് നിത്യത്തിലേക്ക് പ്രവേശിച്ച ബ്രദർ MC കോശി. ഭാര്യ ബേബുക്കുട്ടി കോശി, മക്കൾ ഡോക്ടർ ബിജു ചെറിയാൻ ഷിക്കാഗോ, ബിന്നു കോശി, ബിന്നി കോശി. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് കിൽപാക്ക് സെമിത്തേരിയിൽ നടത്തി. ദുഃഖത്തിലായിരിക്കുന്ന ഡോക്ടർ ബിജു ചെറിയാന്റെയും കുടുംബത്തെയും മറ്റ് കുടുംബാംഗങ്ങളെയും സഭാംഗങ്ങളെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയം ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ FPCCയുടെ ആഭിമുഖ്യത്തിലുള്ള ആനുവൽ കൺവെൻഷനും സംയുക്ത ആരാധനയും ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കും നാളെ വൈകിട്ട് 6:30 മണിക്കും IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആനുവൽ കൺവെൻഷൻ സംയുക്ത കൺവെൻഷൻ നടത്തപ്പെടുന്നതാണ്. ഞായറാഴ്ച രാവിലെ 8:30 മണി മുതൽ ട്രിനിറ്റി ബൈബിൾ സെമിനാറിൽ വെച്ച് സംയുക്ത ആരാധനയും നടക്കും. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ അനീഷ് തോമസ് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. ഷിക്കാഗോ സിറ്റിയിലുള്ള എല്ലാ സഭാംഗങ്ങളും ദൈവദാസന്മാരും സഭയായി വന്ന് പങ്കെടുക്കണമെന്ന് FPCC കൺവീനർ ഡോക്ടർ വില്ലി അബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു. നാളെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഷിക്കാഗോയിലുള്ള വിവിധ പെന്തക്കോസ്ത് സഭകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നതാണ്. ബെൻസൺ വിനയിലുള്ള കാൽവറി ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വെച്ചാണ് ബൈബിൾ ക്വിസ് നടത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. നാളെ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 2 മണി വരെ റിമിയുടെ ആനുവൽ ബാൻക്വറ്റ് നടത്തപ്പെടുന്നതായി റിമിയുടെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ സജി കെ ലൂക്കോസ് അറിയിക്കുന്നു. ഈ ആനുവൽ ബാൻക്വറ്റിൽ എല്ലാവരും ചെന്ന് പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. PC നാക്കിന്റെ 2026 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന PC നാക്കിന്റെ നാഷണൽ സെക്രട്ടറി സാം മാത്യു, നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവർ ഈ ദിവസങ്ങളിൽ ഷിക്കാഗോയിൽ ഉണ്ടായിരിക്കും. ഷിക്കാഗോയിലെ വിവിധ സഭകൾ സംഘടിപ്പിച്ച് നടത്തുന്ന സംയുക്ത ആരാധനയിലും കൺവെൻഷനൊക്കെ അവർ പങ്കെടുക്കുന്നതാണ്. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസനും ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ അവർ നടത്തും. കൺവെൻഷൻ നടത്തുന്ന ഷാംബർഗിലുള്ള കൺവെൻഷൻ സെന്ററും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് അവർ സന്ദർശിക്കുന്നതാണ്. IPC ഷാലേം സഭയുടെ പിക്നിക് സെപ്റ്റംബർ മാസം 28 ശനിയാഴ്ച ഗർണിയിൽ വെച്ച് വൈക്കിംഗ് പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്നു. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹിസ് വോയിസ് ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക സംഗീത ശുശ്രൂഷ നടത്തപ്പെടുന്നു. നിരവധി ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്ത പാസ്റ്റർ സാംകുട്ടി മത്തായി, നമ്മുടെ ഇടയിൽ ദീർഘകാലങ്ങളായി താമസിക്കുന്ന പാസ്റ്റർ സാംകുട്ടി മത്തായിയും കുടുംബത്തെയും ആദരിക്കുന്നതിന് ഈ സമ്മേളനത്തിൽ പ്രത്യേക സമയം വേർതിരിച്ചിട്ടുണ്ട്. പാസ്റ്റർ സാംകുട്ടി മത്തായിയെ കുറിച്ചുള്ള ദീർഘമായിരിക്കുന്ന ഒരു ലേഖനം കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ ഗുഡ് ന്യൂസ് വീക്കിലിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അനേക ഗാനങ്ങൾ, പോപ്പുലർ ആയിരിക്കുന്ന അനേക ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ ആത്മീയ രംഗത്ത് സംഭാവന നൽകിയ കർത്താവിന്റെ ദാസനെ ഒരു പ്രാവശ്യം കൂടെ ആദരിക്കുവാനുള്ള ഈ അവസരത്തിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഈസ് വോയിസിന്റെ കൺവീനർ ബ്രദർ റോണി മാത്യു അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ചില നാളുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങി വെച്ചത് ഇപ്പോൾ നിത്യത്തിൽ പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ബെൻ കോശി അവർകളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ദൗത്യം ഈ സംഗീത ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നു. ഒക്ടോബർ മാസം 12 ശനിയാഴ്ച CCFന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സെമിനാർ ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് CCFന്റെ പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ എബ്രഹാം അറിയിക്കുന്നു. സെമിനാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതോടെ ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീക്കെൻഡിൽ ഇന്നും നാളെയുമായിട്ട് ഈ ഇവിടെ വെച്ച് നടക്കുന്ന സംയുക്ത മീറ്റിംഗിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും
നമ്മൾ വീക്കിലി റൗണ്ട് അപ്പിലൂടെ കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഇതോടെ ഈ വീക്കിലെ റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.